ഇടതും വലതും ആൾക്കാരോടാണ്. അതായത് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പൊട്ട് മാച്ച് കളഞ്ഞു. ഇപ്പോൾ നടക്കുന്ന 2 കാൻഡിഡേറ്റ്സും പൊട്ടിട്ടിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ വ്യത്യാസം എന്ന് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സന്ദീപ് വാര്യർ വരാൻ ലേറ്റായോ അതിനുള്ളൊരു മറുപടി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മുടെ ഈ സരിൻ ഈ അവരെ എംബ്ലം നമ്മുടെ സ്റ്റെതസ്കോപ്പ് എന്തായിട്ട് നടക്കാത്തത്? സപ്പോസ് അങ്ങനെ തോറ്റാൽ ഭീമൻ രഘുവിൻ്റെ ഗതിയാവുമോ എന്നുള്ളത് കൂടി ഒന്ന് അറിയണം. ശരി, പറയും. ഇവിടെ സരിന്റെ സ്ഥാനാർത്ഥിത്വം ഈ ചോദ്യം വലിയ വെപ്രാളവും ബേജാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, സരിൻ ഇവിടെ വിജയിച്ചു വരുന്നത് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രമായിരിക്കില്ല. സരിൻ വിജയിച്ചു വരുന്നത് ഇവിടത്തെ DCC പ്രസിഡന്റ് തങ്കപ്പനെ അനുകൂലിക്കുന്ന ആളുടെ വോട്ടുണ്ടാവും, ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ആളുടെ വോട്ടുണ്ടാവും, മുരളീധരനെ അനുകൂലിക്കുന്ന ആളുടെ വോട്ടുണ്ടാവും, കരുണാകരനെ അനുകൂലിക്കുന്ന ആളുടെ വോട്ടുണ്ടാവും, വലിയ അസംതൃപ്തിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അസംതൃപ്തരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടുൾപ്പെടെ നേടിയിട്ട് 15,000-ൽ കൂടുതൽ വോട്ടിന്റെ തൊടാതിരിക്കുന്നതെല്ലാം വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. നമ്മൾ കൈകടത്തുന്ന കാര്യമില്ല. വീറോടെ വാദിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ വീട്ടിലെ വോട്ട് പോലും രാഹുൽ മാങ്കോട്ടത്തിന് കിട്ടുമെന്നുള്ള സംശയമുണ്ട്. കാരണം ഷാഫി പറമ്പിൽ മാറി പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെട്ടിയിറക്കിയ ആളാണ് ഇവിടുത്തെ രാഹുൽ മാങ്കോട്ടത്തിന്റെ കാൻഡിഡേറ്റ്. അതിനുവേണ്ടി മാത്രമാണ് ഒക്കെ ചങ്ങാതിയായിട്ടുള്ള രാഹുൽ മാങ്കോട്ടത്തിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് പറയാം, ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരും രാഹുൽ മാങ്കോട്ടത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല.